ഗവർണർ സ്ഥാനത്ത് ആരിഫ് മുഹമ്മദ് ഖാന്റെ 5 വർഷ കാലാവധി ഇന്ന് അവസാനിക്കും. പകരം ഗവർണറെ കേന്ദ്രം ഇതുവരെയും പ്രഖ്യാപിച്ചിട്ടില്ലാത്തതിനാൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തുടരാനാണ് സാധ്യത. 5 വർഷമാണ് ഗവർണർമാരുടെ കാലാവധിയെങ്കിലും പുതിയ ഗവർണർ വരുന്നതുവരെ നിലവിലെ ഗവർണർക്ക് തുടരാനാകും. സംസ്ഥാന സർക്കാരുമായി നിരന്തരം ഏറ്റുമുട്ടൽ നടത്തുന്ന ആരിഫ് മുഹമ്മദ് ഖാന് ഒരു ടേം കൂടി കേന്ദ്ര സർക്കാർ നൽകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. അതേസമയം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ പുകഴ്ത്തിയിരിക്കുകയാണ് കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. കേരള ഗവർണറായി ആരിഫ് മുഹമ്മദ് ഖാൻ തുടരണം, എല്ലാ വിഘ്നങ്ങളും മാറി കേരളത്തിൽ തുടരാൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്നും തിരുവഞ്ചൂർ പ്രതികരിച്ചു. ഗവർണർക്ക് അടുത്ത 5 വർഷം ഈ കേരളത്തിൽ തന്നെ വരട്ടെ. ഈ മലയിൽ വന്നു പോയി ഈ നല്ല അന്തരീക്ഷത്തിൽ നിന്ന്, ഇവിടുത്തെ പ്രാർത്ഥന നിരന്തരമായ അന്തരീക്ഷത്തിൽ നിന്ന് മടങ്ങിപ്പോയവരാരും സ്വാഭാവികമായി ഒരു വിഷമത്തിനുണ്ടാവില്ല. അവർ ശ്രേയസ്സിലേക്ക് വരുള്ളൂ എന്നെനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ നമ്മളുടെ പ്രിയപ്പെട്ട ഗവർണർ 5ാം വർഷം പൂർത്തിയാക്കി വീണ്ടും കേരള ജനതയ്ക്ക് മുമ്പ് ഒരു ഹെഡ് ഓഫ് സ്റ്റേറ്റ് എന്ന നിലയിൽ എത്തിക്കാനിടയാകും എന്ന് ഞാൻ വിശ്വസിക്കുകയും ചെയ്യാം. കൂടുതൽ വിവരങ്ങളുമായി ജി ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, ഏത് സാഹചര്യത്തിലായിരുന്നു തിരുവഞ്ചൂർ ഗവർണർ തന്നെ ആരിഫ് മുഹമ്മദ് ഖാൻ തന്നെ ഗവർണറായി തുടരണമെന്നാണ് ആഗ്രഹമെന്ന് പറഞ്ഞതും പുകഴ്ത്തിയതും? ഇന്നലെ വൈകിട്ട് കോട്ടയത്ത് സൂര്യകാലടി മനയിൽ നടന്ന പരിപാടിയിലാണ് അദ്ദേഹം ഇങ്ങനെ സംസാരിച്ചത്. വിനായക ചതുർത്ഥി ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട സമ്മേളനമായിരുന്നു നടന്നിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് തിരുവഞ്ചൂർ ചൂണ്ടിക്കാണിക്കുന്നത് അതിനുള്ള വിഘ്നങ്ങളെല്ലാം മാറട്ടെ എന്ന്. പത്രവാർത്തകളൊക്കെ ഉണ്ടായിരുന്നു, ഒരുപക്ഷെ ഗവർണർ 5 വർഷം കൂടി തുടർന്നേക്കും എന്നുള്ളത്. അതെല്ലാം കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കാം തിരുവഞ്ചൂർ ഗവർണർക്ക് ഒരു 5 വർഷം കൂടി ഇനി തുടരാൻ കഴിയട്ടെ, അതിനുള്ള വിഘ്നങ്ങളൊക്കെ ഉണ്ടാകട്ടെ, ഇവിടെ നിന്ന് വന്നു പോകുന്ന ഒരാൾക്ക് അങ്ങനെ സാധിക്കും, വിഷമങ്ങളൊന്നും ഉണ്ടാകില്ല എന്ന് തിരുവഞ്ചൂർ പറഞ്ഞത്. തീർച്ചയായും ആ വേദിയുടെ ഒരു സാഹചര്യത്തിൽ അതൊരു ആശംസയായി കരുതാം. പക്ഷേ തിരുവഞ്ചൂർ ഒരു കോൺഗ്രസ് രാഷ്ട്രീയ നേതാവായതുകൊണ്ടും ഗവർണർ സർക്കാർ പോര്, പലപ്പോഴും ഗവർണറെ എതിർക്കുന്ന കോൺഗ്രസ്, ഇതെല്ലാം നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഗവർണർ ഇവിടെ വേണ്ട എന്ന് ഇടത് സർക്കാരൊക്കെ പല ഘട്ടത്തിലും തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ, SFIയുടെ അടക്കം വലിയ സമരങ്ങളൊക്കെ ഉണ്ടായ ഒരു പശ്ചാത്തലം കേരളത്തിലുണ്ട്. അങ്ങനെ അങ്ങനെ ഒരു ഗവർണറും സർക്കാരും BJP എല്ലാം കൂടെ ചേർന്ന് കളിക്കുന്ന നാടകമാണെന്ന് പല ഘട്ടത്തിലും കോൺഗ്രസ് ആരോപിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരു രാഷ്ട്രീയം നിലനിൽക്കുമ്പോൾ തിരുവഞ്ചൂരിന്റെ ഈ വാക്കുകൾക്ക് പ്രസക്തി കൂടുന്നു എന്നുള്ളതാണ്. കോൺഗ്രസിന്റെ പൊതുവെയുള്ള നിലപാട് ഇങ്ങനെ ആകണമെന്നില്ല. ഒരുപക്ഷെ തിരുവഞ്ചൂര് ഇനി സംസാരിക്കുമ്പോഴും ഇത് തിരുത്താനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. കേവലം ഒരു ആശംസ എന്ന നിലയിലാണ് അദ്ദേഹം ഇതിനെ അവതരിപ്പിക്കുന്നത്. പക്ഷെ ഇതിലൊരു രാഷ്ട്രീയം കൂടി ഫലത്തിലുണ്ട് എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു ഗവർണർ ഇവിടെ തുടരുന്നതിന് കോൺഗ്രസിന് താല്പര്യമുണ്ടോ എന്നതാണോ തിരുവഞ്ചൂരിന്റെ മനസ്സിൽ കൂടി പുറത്തു വന്നത് എന്ന ചോദ്യവും ഇവിടെ പ്രസക്തമാണ്. അശ്വതി, അതാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ പുകഴ്ത്തിയാണ് കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സംസാരിച്ചത്. കേരള ഗവർണറായി ആരിഫ് മുഹമ്മദ് ഖാനെ തുടരാൻ കഴിയട്ടെ, അതിനുള്ള വിഘ്നങ്ങളെല്ലാം മാറി വരട്ടെ എന്നാണ് പറഞ്ഞത്. ജി ശ്രീജിത്താണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.